പോവുകയാണ്. പ്രദീപ്, ഇപ്പോഴും അവിടെ പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? പുക നിയന്ത്രണ വിധേയമായോ? സാഹചര്യം എങ്ങനെയാണ്? ഈ ആക്രി വസ്തുക്കൾ മുഴുവൻ ഇളക്കി മറിച്ച് JCBയും മറ്റും ഉപയോഗിച്ച് ഫയർഫോഴ്സ് ഇളക്കി മറിച്ച് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും പുക ഉയരുന്നത്. ദൃശ്യത്തിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു. മാത്രമല്ല, നല്ല മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജു പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 3 മണിക്ക് ശേഷം 4ാം തവണയാണ് മഴ പെയ്യുന്നത്. അതിലെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴയത്ത് കനലിലേക്ക് വെള്ളം വീഴുമ്പോൾ ഒരു പുക കൂടി ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, പത്രക്കടലാസ്, അതുപോലെ തകിട്, മറ്റ് കേബിളുകൾ, അങ്ങനെ ഈ ആക്രി ഗോഡൌണിൽ ഇല്ലാത്ത വസ്തുക്കൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ പലതിനും തീ പിടിച്ച് പുകയുന്നുണ്ട്, എരിയുന്നുണ്ട്. അതിൻ്റെ പുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഈ പുകമുറി ഇപ്പോൾ കാണാൻ വയ്യ, അല്ലെങ്കിൽ അല്പസമയം ഒരു ട്രെയിൻ കടന്നു പോയതേ ഉള്ളൂ. അതായത് ഈ ആക്രി ഗോഡൌൺ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് കാല് എടുത്തു വെച്ചാൽ നേരെ ചെല്ലുന്നത് എന്ന് പറയുന്ന റെയിൽവേ ട്രാക്കിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു വലിയ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ട്രെയിൻ കടന്നു പോകുമെന്ന് പറയുന്നത് അങ്ങേയറ്റം റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് 2-3 മണിക്കൂർ നേരത്തേക്ക് ട്രെയിൻ ഗതാഗതം തന്നെ നിലച്ചത്, താൽക്കാലികമായി നിർത്തിവെച്ചത്. സൗത്ത് മേൽപ്പാലത്തിലെ മറ്റ് വാഹനങ്ങളുടെ ഗതാഗതം ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗോഡൌണിലുള്ള ഏതാണ്ട് എല്ലാ വസ്തുക്കളും തന്നെ എടുത്ത് പുറത്തേക്കിട്ട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, പ്ലാസ്റ്റിക് ജാറുകളുണ്ട്, പ്ലാസ്റ്റിക് വസ്തുക്കളുണ്ട്, ഇരുമ്പുണ്ട്, അലുമിനിയമുണ്ട്, തകരമുണ്ട്, പത്രക്കടലാസുണ്ട്, മറ്റ് ഉരുകുന്ന കേബിളുകളുണ്ട്. അങ്ങനെ മുമ്പ് പറഞ്ഞതുപോലെ ഇല്ലാത്തതായി ഒന്നും തന്നെ ഈ ഗോഡൌണിലില്ല. കാരണം ഏതാണ്ട് ഒരു 10 വർഷമായി ഈ ഗോഡൌൺ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അത്രയും കാലത്തേക്ക് ഒരുപാട് കാലമായി ശേഖരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ. തീപിടുത്തത്തിൻ്റെ തീവ്രത എത്രയായിരുന്നു എന്നറിയണമെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സ് വെള്ളം തളിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, തീയിൽ ഈ ഇരുമ്പ് അല്ലെങ്കിൽ അലുമിനിയം വസ്തുക്കളൊക്കെ ഉരുകി വളഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ തീപിടുത്തത്തിൻ്റെ ആഘാതം എത്രമാത്രം വലുതായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത എത്രമാത്രം വലുതായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതിൽ. കൂടാതെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. ഈ സിലിണ്ടറുകൾക്കുള്ളിൽ ഗ്യാസ് നിറച്ചിരുന്നോ അതോ പഴയ ഗ്യാസ് സിലിണ്ടറുകൾ ഏതെങ്കിലും തരത്തിൽ ഗോഡൌണിൽ എത്തിയതാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഈ ഞായറാഴ്ച പുലർച്ചെ നൽകാവുന്ന ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയെന്ന് പറയുന്നത്. ഒരുപക്ഷെ നഗരം ഉറക്കം വിട്ട് ഉണരുന്ന ഈ സമയത്തായിരിക്കാം പലരും ഇത്തരമൊരു വലിയ തീപിടുത്തമാണ് നഗരത്തിൽ ഉണ്ടായത് എന്നറിയുന്നത്. ഫയർഫോഴ്സിൻ്റെ വളരെ വേഗമുള്ള ഇടപെടൽ, ഒപ്പം വിവിധ സേനകളുടെ ഏകോപനം, ഇതെല്ലാം കൂടി ആയപ്പോഴേക്ക് വളരെ കഠിനാധ്വാനം ചെയ്താണെങ്കിൽ തന്നെ ഏതാണ്ട് 3-3.5 മണിക്കൂർ കൊണ്ട് തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിരിക്കുന്നു. ഇനി വീണ്ടും തീ കത്തിപ്പിടിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കനത്ത മഴ പെയ്യുകയും ചെയ്യുന്നു. ഒപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ജനവാസ കേന്ദ്രത്തിൽ, നഗരമധ്യത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ആക്രി ഗോഡൌണിന് എങ്ങനെയാണ് അനുമതി കിട്ടിയത്, അനുമതി കിട്ടിയിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് അനുമതി കിട്ടേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചിയിൽ തന്നെ മറ്റിടങ്ങളിലുണ്ടാവാം, മറ്റു നഗരങ്ങളിലെ മറ്റു ഭാഗങ്ങളിൽ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രി ഗോഡൌണുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടാവാം. എത്ര തീപിടുത്തം ഉണ്ടായാലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശുഷ്കാന്തി പുലർത്താൻ അല്ലെങ്കിൽ ശ്രദ്ധ പുലർത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അനുമതിയോട് കൂടിയാണോ പ്രവർത്തിക്കുന്നത്, കെട്ടിട നമ്പറുണ്ടോ, അത്തരം കാര്യങ്ങൾ ഒന്നും വ്യക്തമായിട്ടില്ല. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള വിശദീകരണം നൽകേണ്ടത്. പുലർച്ചെ 2 മണിയോടെയാണ് എറണാകുളം സൗത്ത് പാലത്തിനടിയിൽ പ്രവർത്തിക്കുന്ന ആക്രി ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ തീപിടുത്തം കണ്ടത് ഈ ഗോഡൌണിനടുത്ത് താമസിക്കുന്ന വർക്ക്ഷോപ്പ് ഉടമയായ അജിയാണ്. അജി ഉടനെ തന്നെ അമ്മയെ വിളിച്ച് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നു. അതോടൊപ്പം ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളം ഉള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 12 ഗ്യാസ് സിലിണ്ടറുകൾ ആ ഗോഡൌണിൽ നിന്ന് പൊട്ടിത്തെറിച്ചു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ആ ഗോഡൌണിനുള്ളിൽ ഇനിയും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനിയും ഇതുപോലുള്ള സിലിണ്ടറുകളുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു. ജീവൻ പണയം വെച്ച് തന്നെ ഒരു വലിയൊരു ഉദ്യമം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തി എന്നതാണ്. വലിയൊരു ഇടപെടൽ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് വലിയ അത്യാഹിതങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ